ഇപ്പൊ തിരിച്ചു കിട്ടിയ സച്ചിയുടെ ഈ ജീവനുണ്ടല്ലോ, അത് സച്ചിയുടെ മിടുക്കൊണ്ടാണെന്നാണോ സച്ചിയുടെ വിചാരം? മരണത്തോട് മല്ലടിച്ച് സച്ചി ഇതിനകത്ത് കിടക്കുമ്പോ ഇവരൊക്കെ പുറത്തിരുന്ന് നെഞ്ചുപൊട്ടി കരയുന്നതും സച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഞാൻ കണ്ടതാ. സച്ചിക്ക് ഇപ്പൊ അതിന്റെ വില മനസ്സിലാവണമെന്നില്ല, പക്ഷെ എനിക്കത് മനസ്സിലാവും. മരുന്നുകളും ഡോക്ടർമാരും മാത്രമല്ല, ഇവരുടെ പ്രാർത്ഥന കൊണ്ടുകൂടിയാ സച്ചിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഇവരെ നിഷേധിച്ചു പോവാൻ സച്ചിക്ക് എങ്ങനെ പറ്റും? സച്ചി, ഒരു ചെറിയ ഇൻഫെക്ഷൻ വന്നാ മതി, ഇപ്പൊ തിരിച്ചു കിട്ടിയ ജീവനുണ്ടല്ലോ അത് അപകടത്തിലാവാൻ. അതുപോലും സച്ചിക്ക് മനസ്സിലാവുന്നില്ലേ? അല്ല വക്കീലെ, എനിക്കൊന്നും കേൾക്കണ്ട. വക്കീലും കക്ഷി എന്നതിലപ്പുറം ഒരു ബന്ധവും നമ്മൾ തമ്മിലില്ല. പക്ഷെ എവിടെയോ നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ ഈ പരസ്പര സ്നേഹമുണ്ടല്ലോ, അതെന്നൊന്ന് കൊളുത്തി വലിച്ചു. അതുകൊണ്ട് മാത്രമാ സച്ചിയെ കാണാൻ ഞാൻ ഇവിടെ വരെ വന്നത്. അല്ലാതെ വഴിയിൽ മരിക്കാൻ കിടന്നപ്പോ രക്ഷിച്ച അവകാശത്തിന്റെ പേരിലൊന്നുമല്ല. എന്നാലും പറയുക, സച്ചി ഇവരുടെ കൂടെ തന്നെ പോണു. സച്ചി, ഈ ലോകം മുഴുവൻ ഇന്ന് അന്വേഷിക്കുന്നത് രണ്ട് കാര്യങ്ങളാ: സ്നേഹവും സമാധാനവും. സച്ചിക്ക് ഇത് രണ്ടും ആവോളം ഉണ്ട്. ഈ ഭാഗ്യം തട്ടിക്കളഞ്ഞാലേ ദൈവം പോലും സച്ചിയോട് പൊറുക്കില്ല. ഞാൻ പോവാം വക്കീലെ.